കാലന്മാർ റെഡി, തന്ത്രവും പുറത്ത്, എന്നിട്ടും നാം ഉറങ്ങുകയോ? വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലന്മാർ. ഓർമ്മയില്ലേ ആ വാചകം? അത്ര പെട്ടെന്ന് ഒരു സാധാരണ മലയാളിക്ക് മറക്കാൻ കഴിയുമോ ആ വാചകങ്ങൾ? കേവലം 10 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞു ബാലൻ വളരെ സ്ഫുടതയോടെയും ആത്മവിശ്വാസത്തോടെയും വിളിച്ചു പറഞ്ഞ ആ വാചകങ്ങൾ തീക്കൊള്ളികൾ പോലെയാണ് മലയാളി ഹൃദയങ്ങളിൽ പതിച്ചത്. അത് പറഞ്ഞത് വെറും ഒരു ബാലനല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുന്ന ചുറ്റുപാടും ഇന്ന് എന്താണ് നടക്കുന്നത് എന്ന് ഇനിയും തിരിച്ചറിയാത്ത, അറിയാൻ താല്പര്യം പോലും കാണിക്കാത്ത മറ്റ് മതസ്ഥരിലെ ഒരു കൂട്ടർ ഇന്നും കേരളത്തിലുണ്ട്. ആ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും മുൻ DGP ലോക്നാഥ് ബെഹ്റയും TP സെൻകുമാറുമെല്ലാം പറഞ്ഞത്. അവർ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തീവ്രവാദ സംഘടനകളുടെ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ചില വേദികളിൽ വ്യക്തമായ ലക്ഷ്യത്തോടെ മതവിദ്വേഷം കുത്തിവെക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലമായി ഇവിടെ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾ പോലും കൊലവിളി നടത്തുന്നു. ബുദ്ധിയും വിവേകവുമുള്ള പാർട്ടി അടിമകൾ അല്ലാത്തവർക്ക് ഈ കൊലവിളികളെ കേവലം ഒരു ബാലന്റെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ് അവഗണിക്കാൻ കഴിയില്ല. ബാലനിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യാൻ ഉറപ്പിച്ചു വെച്ചത് തന്നെയാണ്. അതിനുവേണ്ടി അവർ സജ്ജരായിക്കൊണ്ടിരിക്കുന്നു, ഒപ്പം പലരെയും സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എങ്ങനെ അവർ നടപ്പിലാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാനേക്കാൾ എത്രയോ മടങ്ങ് പടക്കോപ്പുകളും സുശക്തമായ സൈനിക നിരയുമുണ്ട് റഷ്യക്ക്. എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും യുക്രൈൻ എന്ന ചെറിയ രാജ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല റഷ്യക്ക് ഇനിയും. എന്നാൽ റഷ്യക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും സാധിക്കാത്ത കാര്യം കേവലം 2 ദിവസം കൊണ്ട് താലിബാന് സാധിച്ചു. അഫ്ഗാൻ എന്ന രാജ്യത്തെ നിമിഷ നേരം കൊണ്ട് അവർ കീഴടക്കി. ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ തങ്ങളുടെ അധീനതയിലാക്കാൻ മത തീവ്രവാദ സംഘടനകൾക്ക് വളരെ എളുപ്പമാണ് എന്ന പാഠമാണ് അഫ്ഗാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് അഫ്ഗാൻ പിടിക്കാൻ താലിബാൻ പ്രയോഗിച്ച യുദ്ധതന്ത്രം? അവർ ആദ്യം അഫ്ഗാനിലെ കുറെ പേരെ തങ്ങളുടെ ഭാഗത്താക്കി അവർക്ക് ആയുധ പരിശീലനം നൽകി സിവിൽ പട്ടാളത്തെ തയ്യാറാക്കി. അതിനുശേഷം അവർക്ക് രഹസ്യ കേന്ദ്രങ്ങളിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകി. പിന്നെ അട്ടിമറി വിളംബരം പുറപ്പെടുവിച്ച് സായുധ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തു. ഇതേ രീതി തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ IS സംഘടനയും മറ്റ് മത തീവ്രവാദ സംഘടനകളും അവലംബിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വരാം. അഫ്ഗാനിലും കാശ്മീരിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാൻ തക്കവിധത്തിൽ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടർ ഇവിടെ. സിവിൽ സൈന്യ റിക്രൂട്ട്മെന്റും ആയുധ പരിശീലനവും രഹസ്യ കേന്ദ്രങ്ങളിൽ ആയുധ ശേഖരണവും ഇവിടെ നടക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലന്മാർ എന്നത് വെറും വാചക കസരത്തായി കാണരുത്. അത് ഭാവിയിൽ ചെയ്യാനുറച്ച കാര്യങ്ങളുടെ വിളംബരം തന്നെയാണ്. അതിനാൽ ഒന്നേ പറയാനുള്ളൂ, ഇനിയും ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരും ഇനിയും ഉണർന്ന് വേണ്ട വിധം പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരു കാശ്മീരും അഫ്ഗാനും ആവർത്തിക്കാൻ വർഷങ്ങൾ വേണ്ടിവരില്ല.